3.81 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള യൂട്യൂബ് ചാനലിന്റെ ഉടമ. യൂട്യൂബിൽ മാത്രം 5 കോടിയേറെ കാഴ്ചക്കാർ. ഇൻസ്റ്റാഗ്രാമിൽ 1.39 ലക്ഷത്തോളം ഫോളോവർമാർ. ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, പാകിസ്ഥാൻ ഉൾപ്പെടെ ലോകം മുഴുവൻ ഇറങ്ങിയ വീഡിയോകൾ. ഓരോ രാജ്യത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് 100 കണക്കിന് ബ്ലോഗുകൾ. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആരാധക ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്രയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ദേശീയ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജ്യോതി മൽഹോത്ര. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ജ്യോതി വാർത്തകളിൽ നിറഞ്ഞത്. ന്യൂ അഗ്രസൈൻ എക്സ്റ്റൻഷനിലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് സിവിൽ ലൈൻസ് പോലീസ് യുവതി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ചുമത്തിയിരിക്കുന്നത് അതിഗുരുതരമായ വകുപ്പുകളാണ്. പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായും നയതന്ത്ര പ്രതിനിധികളുമായും ഉറ്റബന്ധം പുലർത്തി. അവർക്ക് ഇന്ത്യൻ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പാക് ചാര ശൃംഖലയിലേക്ക് അന്യായി പ്രവർത്തിച്ചു. അങ്ങനെ നീളുന്നുണ്ട് ഹരിയാന പോലീസിന്റെ എഫ്ഐആറിലെ ആരോപണങ്ങൾ. 1923 ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിലെ വിവിധ വകുപ്പുകളും പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ 152 വകുപ്പും പ്രകാരമാണ് ജ്യോതി മൽഹോത്രയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവതി കുറ്റസമ്മതം നടത്തിയതായും പോലീസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ജ്യോതി ചെയ്ത ചാരക്കുറ്റങ്ങൾ? എങ്ങനെയാണ് പാക് ചാര സംഘങ്ങളുമായി ചേർന്ന് അവർ പ്രവർത്തിച്ചത്? ഏത് തരത്തിലുള്ള രഹസ്യങ്ങളാണ് അവർ വിദേശ സംഘങ്ങൾക്ക് ചോർത്തിയത്? പോലീസ് എഫ്ഐആറിൽ ചേർത്തിട്ടുള്ള വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വരാം. പാകിസ്ഥാൻ ഇന്റലിജൻസ് വൃത്തങ്ങളുമായി ബന്ധം പുലർത്തുകയും അവരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട് ജ്യോതി എന്നാണ് പോലീസ് പറയുന്നത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് ഉൾപ്പെടെയുള്ള എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകളിലൂടെയായിരുന്നു ഇവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവനും നടത്തിയത്. നിരന്തരം പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു. 2023 മാത്രം 2 തവണ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ഇന്റലിജൻസ് വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയിൽ പാകിസ്ഥാന്റെ ഇമേജ് ഉയർത്താനുള്ള പ്രോജക്ട് ഏറ്റെടുത്ത് ബ്ലോഗുകൾ ചെയ്തു. ഇങ്ങനെ പോകുന്നുണ്ട് ആരോപണങ്ങൾ. 2023 ന്യൂഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ ജ്യോതി മൽഹോത്ര പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് പാക് നയതന്ത്ര ഉദ്യോഗസ്ഥർ